സ്പിൽവേ ഷട്ടറുകൾ പ്രവർത്തനരഹിതമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആലപ്പുഴയിലെ കർഷകർ. ഷട്ടറുകളുടെ പ്രവർത്തനം നിലച്ചത് പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറാനും കാരണമായിട്ടുണ്ട്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൈമലർത്തിയതോടെ പ്രതിഷേധത്തിലാണ് നെൽകർഷകർ. ആയിരക്കണക്കിന് ഏക്കർ പാടശേഖരങ്ങളിലേക്ക് ജലമെത്തിക്കുന്ന കനാലുകളിലും തോടുകളിലും ഉപ്പിന്റെ അളവ് ഇപ്പോൾ 6%. 3% അധികമായാൽ പോലും നെൽച്ചെടികൾക്ക് താങ്ങാനാവില്ല. വലിയ ദുരന്തമാണ് കർഷകൻ അനുഭവിക്കുവാൻ പോകുന്നത്. വലിയ കൂലിച്ചെലവ് നടത്തി കാർഷിക മേഖലയിൽ ഇത്രയും വലിയ ചെലവ് നടത്തി ഏതാണ്ട് പ്രാഥമികമായി ഇത്രയും ദിവസമായി നെൽച്ചെടികൾ നശിക്കുക എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തതാണ്. നെല്ല് വിതച്ച് 20 ദിവസമായ പാടങ്ങളാണ് കുട്ടനാട്ടിലെയും പുന്നപ്രയിലെയും പരിസര പ്രദേശങ്ങളിൽ ഏറെയും. 20 ദിവസം കഴിഞ്ഞാൽ വളമിടും. തൊട്ടടുത്ത ദിവസങ്ങളിൽ പാടത്തേക്ക് വെള്ളം കയറ്റും. 4 ദിവസങ്ങൾക്ക് ശേഷം ഈ വെള്ളം പുറന്തള്ളും. വിളവെടുപ്പ് വരെ ഇതിങ്ങനെ തുടരും. കുട്ടനാട്ടിലെ പരമ്പരാഗത കർഷകരുടെ ഈ കാർഷിക രീതികളാണ് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്നത്. കുന്നപ്പുഴയും അതുപോലെ തന്നെ കായംകുളത്തുമൊക്കെ ഒരുപാട് ഓരുമുട്ടുകൾ ഇടേണ്ടതുണ്ട്. അത് യഥാസമയം ഇടാത്തതിൻ്റെ കാരണമായിട്ടാണ് ഇവിടെ കുട്ടനാട്ടിലേക്ക് ഈ ഓരുവെള്ളം കടന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതിന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിനുള്ളിലുള്ള അവരുടെ താല്പര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഓരുമുട്ടിടുന്നത് പ്രത്യേക കോൺട്രാക്ടർമാർക്ക് അവർ കൊടുക്കുന്നു. അതിനൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവർ കാത്തു നിൽക്കുകയാണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കർഷകരെ അവർ ബലിയാട് കിടക്കുകയാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവാണെങ്കിലും ഇത്രയും വലിയ അളവിൽ ഇതാദ്യമാണ്. ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഇന്നും ഇന്നലെയോ ഈ സംരംഭം തുടങ്ങിയതല്ല. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവൻ്റെ പേരിൽ ഞങ്ങൾ ഹൈക്കോടതി പെറ്റീഷൻ കൊടുക്കും. ഇതിന് ജനപ്രതിനിധികളല്ല കുറ്റക്കാരി. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്നവർ കാണിച്ച അവരുടെ ഈ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള സംവിധാനം ചെയ്യുന്നതിന് ഈ അടുത്ത തിങ്കളാഴ്ച കളക്ടറേറ്റ് വിരോധം അടക്കമുള്ള പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നൂറുകണക്കിന് കർഷകർ. മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ച മൂലം കൃഷി തന്നെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണിവർ. ആലപ്പുഴയിൽ നിന്നും ദീപക്കിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.